ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 18ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആര്യൻ എന്തിനാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഹിമ്മച്വർ അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ അനീഷാണോ ക്യാപ്റ്റൻ എന്ന് തോന്നിപ്പോവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസ് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു മൈൻഡ് ഗെയിം ഒക്കെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ സീസണിലെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഭയങ്കര കുറവാണ്. ഈ സീസൺ 6 പോലെ മേ ബി ആയിപ്പോയേനെ. ഇനി നമ്മുടെ രേണുവിൻ്റെ ഞാനത് ഇന്നലെ പറഞ്ഞില്ല. രേണുവിൻ്റെ ഹൈജീനെ കുറിച്ച് പിന്നെ പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ അതെടുത്ത് രാവിലത്തെ ഒരു ടാസ്കിൽ പറയുകയും ചെയ്തു. അത് രേണു കെട്ടിപ്പിടിച്ച് ആ ഒരു പ്രശ്നമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു രേണു ഇന്നലെ. അത് പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചിലപ്പം ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഉന്നയിച്ചതായിരിക്കും. അതിന് നല്ല മറുപടി ഇന്ന് ഡിബേറ്റിലൂടെ രേണു പറഞ്ഞിട്ടുണ്ട്. അനുമോളോടല്ല, എല്ലാവരോടുമായിട്ട്, അതിൻ്റെ കാരണസഹിതം. പിന്നെ അതിനുശേഷം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഡിബേറ്റ് 2 ടാസ്ക് ആയിരുന്നു പണിപ്പുരയിലേക്ക് കയറാനുണ്ടായിരുന്നത്. ഒന്ന് ഡിബേറ്റ് ടാസ്കും പിന്നെ ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞ ടാസ്കും. അത് രണ്ടും നന്നായിരുന്നു. പക്ഷേ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി മൂലം ഡിബേറ്റ് ടാസ്ക് കുറച്ച് വലിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് വരാം. പിന്നെ ഒരിടത്ത് എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു. അതായത് എല്ലാവരുടെയും ജീവിതകഥ പറയുന്നത്. അത് ഇന്ന് ബിന്നിയും ശൈത്യയുമാണ് പറഞ്ഞത്. ബിന്നിയുടെയും രണ്ടുപേരുടെയും പിന്നെ സ്റ്റോറീസ് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊരു നെറികേട് കാണിച്ചു നമ്മുടെ ആര്യൻ. അതിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും വരാം. സോ ആദ്യം തന്നെ ആര്യൻ്റെ ക്യാപ്റ്റൻസി. ഇന്ന് 2 പിന്നെ ടാസ്കുകളാണ് കൊടുത്തത്. ഒന്ന് ഡിബേറ്റ് ടാസ്കും പിന്നെ ഭൂമി കയ്യേറ്റവും. ഭൂമി കയ്യേറ്റം എന്ന ടാസ്കിൽ ബിഗ് ബോസ് അലറി വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ആര്യനോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ. എന്നിട്ട് 3, 4, 5 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ആര്യൻ കൺഫെഷൻ റൂമിലേക്ക് വരുന്നത്. പിന്നെ ഡിബേറ്റ് ടാസ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ അനീഷാണോ ആര്യനാണോ ക്യാപ്റ്റൻ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഇമ്മച്യൂരിറ്റി നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത്, ഇന്ന് അവർ കളിക്കുന്ന ടാസ്കുകളൊക്കെ കാണുമ്പം ഈ ജല്ലിക്കെട്ടില്ലേ, ജല്ലിക്കെട്ടിൻ്റെ അകത്തൊരു ക്ലൈമാക്സ് സീനുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ബാക്കി എല്ലാവരും ഗെയിം കളിക്കുന്നതെന്നൊരു തോന്നൽ. അത്രയ്ക്ക് വയലൻസ് പരമായിട്ട്. പിന്നെ കൂടാതെ ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം ഈ പിന്നെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ പണിയിലൂടെ തരുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറച്ചൊക്കെ ഉള്ളൂ ക്വാളിറ്റി പ്ലെയേഴ്സ് ഇപ്രാവശ്യം എന്നാണ് തോന്നുന്നത്. ഈ ബിഗ് ബോസ് ഈ ഒരു സ്ട്രക്ചറായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇവരെ അധികം ക്രിയേറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് 2 ദിവസമായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രേണുവിൻ്റെ ഹൈജീൻ പ്രശ്നം. രേണു പിന്നെ പുതപ്പ് മടക്കി വെക്കുന്നില്ല, രേണുവിൻ്റെ തലയിൽ മൊത്തം പേനാണ് എന്നൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹെയർ എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അത് ക്ലിപ്പ് ചെയ്യുന്നത് ഈ പേനിനെ പോലെ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പുള്ളിക്കാരിൻ്റെ ചീപ്പ് എന്ന് പറയുന്നത് ടൈറ്റായിട്ടുള്ള ചീപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്. പുള്ളിക്കാരിൻ്റെ ശരിക്കുള്ള കോമ്പ് കയ്യിലില്ല ഇപ്പം. അത് ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ടൈറ്റായിട്ടുള്ള ചീപ്പ് കൊണ്ട് ഈരുമ്പം ആ ടൈറ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ ഊരിപ്പോകുന്നതാണ്. അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ പേനായിട്ട് തോന്നും. സോ അതാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും പുള്ളിക്കാരിക്ക് ഹൈജീൻ കുറവുണ്ടെന്നാണ് വീട്ടിലൊരു സംസാരം. മേ ബി അത് അനുമോള് പിന്നെ കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ എടുത്തിട്ടുണ്ടതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അതിന് ഏകദേശം ഒരു ക്ലാരിറ്റി ഇന്ന് രേണു വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിബേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണോ പറയണ്ടേ അതിനെക്കുറിച്ചല്ലായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ അതെന്തായാലും പുള്ളിക്കാരിക്ക് ഗുണം ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിൻ്റെ കാര്യം വെടിപ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഇന്നത്തെ 2 പണിപ്പുര ടാസ്കിലേക്ക് വരാം. പണിപ്പുര ടാസ്കിൻ്റെ അത് ഡിബേറ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു 2 സെഷനായിരുന്നു. ആദ്യത്തെ സെഷൻ നല്ലതായിരുന്നു, ആദ്യത്തെ 4 പേര്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് നെവിൻ അടിപൊളിയായിട്ട് ടാസ്കിനെ കൈകാര്യം ചെയ്തു. പിന്നെ ശൈത്യനെ പ്രൊവോക്ക് ചെയ്ത് ശൈത്യനെ മലത്തി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നെവിൻ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ക്യാരക്ടറുമാണ്, വെറൈറ്റി ഗെയിമിംഗ് പാറ്റേണുമാണ് നെവിൻ ചെയ്യുന്നത്. പിന്നെ അക്ബറും അഭിലാഷും തമ്മിലായിരുന്നു. അക്ബർ പിന്നെ ഗ്രൂപ്പിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും പിന്നെ നമ്മുടെ അഭിലാഷ് ഗ്രൂപ്പിസം അല്ല, ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലേ മുന്നോട്ട് പോകുന്നു ഉള്ള രീതിയിലുമായിരുന്നു. പക്ഷേ അഭിലാഷ് അത് കുറച്ചും കൂടെ പേഴ്സണലായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് പിന്നെ അഭിലാഷ് തോറ്റുപോവുകയും അക്ബർ അതിനെ കുറച്ച് ജനറലൈസ് ചെയ്തിട്ട് ഗ്രൂപ്പായി നടക്കുന്നതിൻ്റെ ഗുണം, ഗ്രൂപ്പായി ചെയ്യുന്നതിൻ്റെ ഗുണം എന്നുള്ള രീതിയിൽ അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റി അക്ബറിന് പിന്നെ
അക്ബറാണ് ആ ടാസ്കിൽ വിജയിക്കുന്നത്. ഈ വിജയാവുന്ന ഓരോ ആൾക്കാർക്കും 150 പോയിന്റ് വെച്ചാണ് കിട്ടുക. നെവിന് പിന്നെ അക്ബർ അങ്ങനെ കുറച്ച് പേരാണ് ഈ പോയിന്റുകൾ കരസ്ഥമാക്കിയത്. പിന്നെ ഇവരുടെ പേര് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു കുറച്ചും കൂടെ നന്നായിരുന്നത്. പിന്നെ ഒനീലൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ശാരീരികനായിട്ട് പൊരിക്കുകയായിരുന്നു. സോ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഭൂമി കയ്യേറ്റം എന്ന ടാസ്ക് ആയിരുന്നു. അതിൻ്റെ അകത്താണ് ഈ ജെല്ലിക്കെട്ടിൻ്റെ ഫീലിംഗ് ഒക്കെ കിട്ടുന്നത്. ഇവരെ എൻ്റെ മോനെ എത്ര ഫിസിക്കലാണെന്നറിയാവോ. ഇത് ഒരു ചായ കൊടി കുത്താൻ വേണ്ടിയിട്ട്, അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇവരാ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് മുഴുകി, എന്താ പറയുക, ബ്രെയിനൊക്കെ മൊത്തം അതിൻ്റെതായൊക്കെ ആയിട്ട് ഈ ഒരു ദിവസമല്ലല്ലോ അവർക്ക് ഗെയിം കളിക്കണ്ടേ, മുന്നോട്ടും കളിക്കണ്ടേ. അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സോടെ അക്ബറൊക്കെ ഒനീലിനെ ഒരു 3-4 പ്രാവശ്യം, ഷാനവാസിനെയും ഒരു 3-4 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സുമോ ഗുസ്തി കളിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് സ്മാർട്ട് വർക്ക് ചെയ്തത് എനിക്ക് പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് നെവിനും രണ്ടാമത് അനിമോളുമാണ്. അവർ കാരണമാണ് ടീം ബി ജയിക്കാനുള്ള കാരണം. ഗെയിം എന്താണ് എന്ന് പറഞ്ഞുതരാം. ഒരു മണൽത്തിട്ടയുണ്ട്. മണൽത്തിട്ടേൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫ്ലാഗ് നാട്ടുന്നവരാണ് ചെയ്യുന്നത്. അനിമോളാണെങ്കിൽ എടുത്ത് ഇവിടെ നമ്മുടെ പിന്നെ വയറിൻ്റെ ഭാഗത്ത് ഫ്ലാഗ് എടുത്ത് കയറ്റി വെക്കുകയും, നമ്മുടെ നെവിനാണെങ്കിൽ പിന്നെ അത് മണ്ണിൻ്റെ അടി കുഴിച്ചിടുകയും ചെയ്തു. അപ്പം ഇവരെന്ത് ചെയ്തു, ഇത് രണ്ടും ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ആ ടൈം ആവാറായപ്പോഴേക്കും ഇവരെടുത്ത് പെട്ടെന്ന് എടുത്ത് കൊത്തി. 20 പോയിന്റിനാണ് വിജയിച്ചത്. പിന്നെ എ ടീം നേടിയത് 138ഉം ബി ടീം നേടിയത് 158ഉമാണ്. സോ അങ്ങനെ 20 പോയിന്റിനാണ് ജയിച്ചത്. അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് പോകുന്നത് ഒന്ന് നെവിനും ഒന്ന് അനമോൾക്കുമാണ്. അത് എപ്പിസോഡിലും നല്ല എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ രാത്രി ആയപ്പോഴേക്കും നടന്നത് ഒരിടത്തൊരിടത്ത് എന്ന ടാസ്ക് ആയിരുന്നു. അത് ബിന്നിയുടെയും ശൈത്യയുടെയാണ് ഇന്ന് നടന്നത്. 2 പേരുടെ നല്ല ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇത് നമുക്ക് അവരുടെ സ്റ്റോറിനെ കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ജീവിച്ച് വന്ന സിറ്റുവേഷനുകളാണ്. അത് കേൾക്കുമ്പം കണക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ, പക്ഷേ എല്ലാവർക്കും അവിടെ ഇരുന്നവർക്കൊക്കെ കണക്റ്റായി. അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ മാത്രം ചിരിക്കുന്നു. പലരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യൻ ആദ്യം എന്തോ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. സോ ശൈത്യ സംസാരിക്കാൻ വരുന്നതിന് മുന്നേ എന്തോ ഒരു കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലാണ് ആ ചിരി തുടങ്ങിയെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചിലർക്കുണ്ട്, ഒരു ചിരി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്കൊക്കെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മുന്നേ ആയിരിക്കും എന്തെങ്കിലും കോമഡി നടന്നു കാണും. പക്ഷേ അത് ഓർത്തോർത്ത് മൈൻഡ് നമുക്ക് ചിരി നിർത്താൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്ന്. പക്ഷേ ആര്യൻ പറയുന്നുണ്ട്, പിന്നെ അത് ഈ ഒരിടത്തൊരിടത്ത് ടാസ്ക് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആര്യൻ അപ്പാണിയോടും അക്ബറിനോടും പറയുന്നുണ്ട് ഞാൻ ചിരിച്ചിട്ടില്ല എന്ന്. പക്ഷേ പിന്നെ അപ്പാണി പറയുന്നുണ്ട് ഞാൻ ശരിക്കും നീ ചിരിക്കുന്നത് കണ്ടു എന്ന്. പിന്നെ നമ്മുടെ കലാഭവൻ സരികയാണ് അവിടെ ഉണ്ടായിരുന്നത്. സരിക പറയുന്നുണ്ട് ഈ ചിരി കണ്ടിട്ട് സരിക പിന്നെ ആ മുന്നിലിരുന്ന സീറ്റിൽ നിന്ന് ആര്യനെ പുറകോട്ട് വിളിച്ച് അവിടെ നിലത്തിരുത്തുണ്ട്. ആ ആര്യൻ്റെ അവിടെയുള്ള പിന്നെ സൗണ്ടും പിന്നെ കളിയും കണ്ടിട്ട് നമ്മുടെ കലാഭവൻ സരിക ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് രേന ഫാത്തിമ ചിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്തിനാണ് ചിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. പക്ഷേ അതിനുശേഷം ഇവർ സ്മോക്കിങ്ങിന് പോയപ്പോൾ, അതായത് നെവിനും ആര്യനും കൂടെ സ്മോക്കിങ്ങിന് പോകുമ്പം ഇവർ മൈന്യൂട്ടായിട്ടാണ് പറയുന്നത്. എനിക്ക് അധികം കേൾക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരന് ആര്യൻ ആ സ്റ്റോറി കണക്റ്റ് ആയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് ഉറക്കെ പറയുന്നുണ്ട്, മസിൽ പെയിൻ ആൻഡ് മിക്സഡ് ഫീലിംഗ് ഉണ്ടായപ്പോഴാണ് അങ്ങനെ എന്തോ സംഭവിച്ചെന്നോ, എന്തോ മിക്സഡ് ഫീലിംഗ്, എന്താണത് കറക്റ്റ് എന്ന് ആര്യനോട് എന്ന് ചോദിക്കണം. പലയിടത്തും ആര്യൻ പറയുന്നത് പല വാചകങ്ങളാണ്. പക്ഷേ ഇവിടെ കയ്യടി കൊടുക്കേണ്ടത് അഭിലാഷ്, ഒനീൽ, ഷാനവാസ്, അക്ബർ ഇവർക്കാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കൈയോടെ കൊടുക്കേണ്ടത് അഭിലാഷിനാണ്. അഭിലാഷ് എടുത്ത് കാണിച്ചു. നീ എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. മേ ബി കുട്ടിക്കാലത്ത് അഭിലാഷിന് നേരിട്ട പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ അവിടെ വല്ലാത്ത കൈയടി അറിയിക്കുന്നത് അഭിലാഷാണ്. ഇപ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. അമ്മാതിരി ഒരു ഫൗൾ പ്ലേ ആണ് ആര്യൻ അവിടെ നടത്തിയത്. അതിനുശേഷം അത് പിന്നെ ആരൊക്കെ ചിരിച്ചു എന്നത് ചോദ്യം ചെയ്തപ്പം അവിടെ രേന ഫാത്തിമ ചിരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സരിക ചേച്ചി ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മേത്തേക്കൊക്കെ വിരൽ ചൂണ്ടിയുള്ള സംസാരങ്ങൾ വന്നു. രേന ഫാത്തിമയും അഭിലാഷും ഒനീലുമായിട്ട് പിന്നെ ഒരു വഴക്കുണ്ടാവുന്നു. അടി ഇടി വെടി പുക ഇതായിരുന്നു. അഭിലാഷ് വരുന്ന കണ്ടപ്പോഴേക്കും നമ്മുടെ ജിസയിൽ ഞെട്ടിപ്പോയി. ജിസയിലപ്പം നുണയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ പോയി. സോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആര്യൻ ചെയ്തത് ശരിയായില്ല. എന്തായാലും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആര്യന് അത് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് ചിരിച്ചത് എന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ വളരെ മോശമാണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് കത്തി നിന്നവർ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നെവിനുണ്ട്, നമ്മുടെ അഭിലാഷുണ്ട്, ഒനീലുണ്ട്, ഷാനവാസിന് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ എന്നാലും ഷാനവാസുണ്ട്, അക്ബറുണ്ട്.
ഓക്കെ, അക്ബറൊക്കെ ഗെയിമൊക്കെ നല്ലതായിട്ട് കളിച്ചു. പിന്നെ അനുമോളുണ്ട്. അനുമോൾ ഇപ്പോൾ വേറൊരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോളുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.